ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് നീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ്. അതായത് നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻപുട്ടായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ് ഫോംസ് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ് ഫോംസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഈസ് സംടൈംസ് നെസസറി ടു ജനറേറ്റ് വൺ വേവ് ഫോം ഫ്രം അനദർ. ചില ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു വേവ് ഫോമിൽ നിന്ന് വേറൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ഇതും വരുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ക്വയർ വേവിൽ നിന്ന് എനിക്ക് വേറൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, നോയ്സ് റിമൂവൽ ഇൻ മെനി ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആർ റിയലൈസ്ഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും എന്തുണ്ടാവും, നോയ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ നോയ്സസ് പ്രധാനമായിട്ടും റിമൂവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇൻ ബ്രീഫ്, മെനി സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം നീഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് സച്ച് ആസ് ഡിഫറൻഷിയേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ്. ഓക്കെ, അതുപോലെ തന്നെ എന്തായിരിക്കും, നമുക്ക് ഇപ്പോൾ സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആവശ്യമായിട്ട് വരും. അതായത് ഒരു വേവിനെ ഷേപ്പ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. സം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിളാണ് ഡിഫറൻഷിയേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ്. ഇങ്ങനെയുള്ള സർട്ടൻ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, wave shaping circuits which make use of linear elements such as resistors, inductors and capacitors are known as linear wave shaping circuits. അപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്, ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. അപ്പോൾ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ്, ദാറ്റ് ഈസ് ലീനിയർ എലമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ലീനിയർ എലമെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ലീനിയർ എലമെന്റ്സിന്റെ കേസ്, ലീനിയർ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് അവിടെ വോൾട്ടേജ് ആൻഡ് കറണ്ട് തമ്മിലുള്ള വേരിയേഷൻ എങ്ങനെയായിരിക്കും, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു ലീനിയർലി വേരിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ലീനിയർ എലമെന്റ്സ്. സോ ലീനിയർ എലമെന്റ്സ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റർ ആർ നോൺ as linear wave shaping circuits. Okay, circuits which make use of non-linear elements such as diode in conjunction with other linear elements are known as non-linear wave shaping സർക്യൂട്ട്സ്. ഇനി നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഇപ്പോൾ നമ്മൾ എലമെന്റ്സ്, നോൺ ലീനിയർ എലമെന്റ്സ് ആയിട്ടുള്ള ഡയോഡ്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്, നോൺ ലീനിയർ എലമെന്റ്സ് ആണ്. അതിൻ്റെ കൂടെ വിത്ത് സം ലീനിയർ എലമെന്റ്സ് ലൈക്ക് റെസിസ്റ്ററോ കപ്പാസിറ്ററോ അങ്ങനെ എന്തെങ്കിലും ലീനിയർ എലമെന്റ്സും കൂടി ആഡ് ചെയ്യുന്നു. സോ അങ്ങനെ കിട്ടുന്ന അങ്ങനെയുള്ള എന്തായിരിക്കും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തായിരിക്കും, പലതരത്തിലുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ്, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, എന്തിനാണ് നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൻ്റെ ആവശ്യം. The process by which non-sinusoidal waveforms are altered in passing through the circuit elements such as diode, resistors, inductors and capacitor is called wave shaping. ഇപ്പോൾ എന്തായിരിക്കും, നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള വേവ് ഫോംസ് ഉണ്ട്. ദ പ്രോസസ് ബൈ വിച്ച് നോൺ സിനുസോയിഡൽ വേവ് ഫോംസ് ആർ ഓൾട്ടേർഡ് ഇൻ പാസിംഗ് ത്രൂ ദ സർക്യൂട്ട് എലമെന്റ്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ ഡയോഡ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന സർക്യൂട്ടിലേക്ക്, അങ്ങനത്തെ സർക്യൂട്ട് എലമെന്റ്സിലേക്ക് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോൺ സിനുസോയിഡൽ വേവ് ഫോം പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അതിനൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് വേവ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ദ പ്രോസസ് ബൈ വിച്ച് നോൺ സിനുസോയിഡൽ വേവ് ഫോംസ് ആർ ഓൾട്ടേർഡ് ഇൻ പാസിംഗ് ത്രൂ ദ സർക്യൂട്ട് എലമെന്റ്സ് such as these elements is called wave shaping. Okay, some circuit elementsലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സിനുസോയിഡൽ വേവ് ഫോമിനാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഓൾട്ടേർഡ് വേവ് ഫോം, ദാറ്റ് ഈസ് നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള വേറൊരു വേവ് ഫോം ഒക്കെ തരുന്നു. ദാറ്റ് ഈസ് നമ്മൾ ആ വേവിനെ എന്ത് ചെയ്യുന്നു, ഷേപ്പ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ വേവ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. വേവ് ഷേപ്പിംഗ് ഈസ് യൂസ്ഡ് ടു പെർഫോം എനി വൺ ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതിൽ ഏതൊരു ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേവ് ഷേപ്പിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ, ടു ജനറേറ്റ് വൺ വേവ് ഫ്രം അതർ. അപ്പോൾ ഒരു വേവിൽ നിന്ന് വേറൊരു വേവ് ജനറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കൊടുക്കുന്നത് സിനുസോയിഡൽ വേവ് ഫോം ആണ്. എനിക്കിപ്പോൾ ഇങ്ങനൊരു വേവ് ഫോം ആണ് ആവശ്യമെങ്കിൽ, ദാറ്റ് ഈസ് എനിക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് ആവശ്യം. അപ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈ വേവ് ഫോം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തായിരിക്കും ഡയറക്റ്റ് സൈൻ വേവ് തന്നെ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു വേവ് ഫോമിൽ നിന്ന് വേറൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വേവ് ഷേപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റും.
To limit the voltage level of the waveform to some preset value and suppressing all other voltage levels in excess of the preset level. ഇനി രണ്ടാമത്തെ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു വേവ് ഫോമിൽ നിന്ന് വേറൊരു വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഇപ്പം ഒരു വേവ് ഫോമിനെ സർട്ടൺ വോൾട്ടേജ് ലെവൽ വരെ ലിമിറ്റ് ചെയ്യുക. അതായത് ഒരു സർട്ടൺ വോൾട്ടേജ് ലെവൽ വരെ മതി, അതിനുശേഷം നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം വരുന്ന എന്തായിരിക്കും വേവ് ഫോമിൻ്റെ ആ ഒരു ഷേപ്പിനെ എന്ത് ചെയ്ത് കളയാം, റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വേവ് ഷേപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടു ലിമിറ്റ് ദ വോൾട്ടേജ് ലെവൽ ഓഫ് ദ വേവ് ഫോം ടു സം പ്രീസെറ്റ് വാല്യൂ. അതാണ് ഇപ്പോൾ ഒരു വേവ് ഫോമിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, അതായത് ഞാനിപ്പോൾ ഒരു സർട്ടൺ പ്രീസെറ്റ് വാല്യൂയിലേക്ക് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൽ കൂടുതൽ വരുന്ന വേവ് ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു ലിമിറ്റ് ദ വോൾട്ടേജ് ലെവൽ ഓഫ് വേവ് ഫോം ടു സം പ്രീസെറ്റ് വാല്യൂ ആൻഡ് സപ്രസിങ് ഓൾ അതർ വോൾട്ടേജ് ലെവൽ ഇൻ എക്സസ് ഓഫ് ദ പ്രീസെറ്റ് ലെവലിനേക്കാൾ കൂടുതലായി വരുന്ന എല്ലാ വോൾട്ടേജ് ലെവൽസിനെയും എന്ത് ചെയ്യാൻ, സപ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്ന കേസസിലും നമുക്ക് വേവ് ഷേപ്പിംഗ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, the next one, to cut off the positive and negative portions of the input waveform. ഇപ്പോൾ ഇൻ കേസ് എനിക്ക് ഇതെന്ന് പറയുന്ന ഒരു സൈൻ വേവ് അല്ലേ, അപ്പോൾ ഈ സൈൻ വേവിന് പോസിറ്റീവ് പാർട്ടും ഉണ്ട്, നെഗറ്റീവ് പാർട്ടും ഉണ്ട്. ദിസ് വിൽ ബി അവർ പോസിറ്റീവ് പാർട്ട് ആൻഡ് ദിസ് വിൽ ബി അവർ നെഗറ്റീവ് പാർട്ട്. ഓക്കെ, പോസിറ്റീവ് പാർട്ടും ഉണ്ട്, നെഗറ്റീവ് പാർട്ടും ഉണ്ട്. ഇപ്പം നമുക്ക് പോസിറ്റീവ് പോർഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് പോർഷൻ വേണ്ട, അതിനെ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടു കട്ട് ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോർഷൻ ഓഫ് ദ ഇൻപുട്ട് വേവ് ഫോം. നെക്സ്റ്റ് ഈസ് ടു ഹോൾഡ് ദ വേവ് ഫോം ടു എ പർട്ടിക്കുലർ ഡി സി ലെവൽ. അതുപോലെ തന്നെ ഇപ്പം ഒരു വേവ് ഫോമിനെ ഒരു ഡി സി ലെവലിൽ തന്നെ എന്ത് ചെയ്തേക്കണം, ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ടും എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് കൊണ്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ടു ജനറേറ്റ് വൺ വേവ് ഫ്രം അനദർ. ദ നെക്സ്റ്റ് വൺ ഈസ് ടു ലിമിറ്റ് ദ വോൾട്ടേജ് ലെവൽ ഓഫ് ദ വേവ് ഫോം ടു സം പ്രീസെറ്റ് വാല്യൂ and suppressing all other voltage level in excess of the preset level. The next one is to cut off the positive and negative portion of input waveform. The last one is to hold the waveform to a particular DC level. Okay, അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. The wave shaping is important in most of the signal process system and it's performed by the circuit known as differentiator, integrators, limiters, clippers and clampers. Okay, ഒട്ടുമിക്ക ഏതൊരു സിഗ്നൽ പ്രോസസ്സിംഗ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വേവ് ഷേപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അതായത് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അത് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്തൊക്കെ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും, വി ക്യാൻ യൂസ് ഡിഫറൻഷിയേറ്റേഴ്സ് യൂസ് ചെയ്ത് വേവ് ഷേപ്പിംഗ് ചെയ്യാം, ഇൻ്റഗ്രേറ്റേഴ്സ് യൂസ് ചെയ്ത് വേവ് ഷേപ്പിംഗ് ചെയ്യാം, ദെൻ ലിമിറ്റേഴ്സ് യൂസ് ചെയ്യാം, ക്ലിപ്പേഴ്സ് യൂസ് ചെയ്യാം, ക്ലാമ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എസെൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നൽ പ്രോസസ് സിസ്റ്റത്തിൽ വേവ് ഷേപ്പിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ദ ഫസ്റ്റ് വൺ, ദ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ആയിട്ടും നോൺ ലീനിയർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ലീനിയർ മീൻസ് എന്താണ്, ലീനിയർ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. നോൺ ലീനിയർ മീൻസ് നോൺ ലീനിയർ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്താ ലീനിയർ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതെല്ലാം എന്താണ്, ലീനിയർ എലമെന്റ്സ് ആണ്. എന്തുകൊണ്ടാണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്ററിനെയൊക്കെ ലീനിയർ എലമെന്റ്സ് എന്ന് പറയുന്നത്? സോ ലീനിയർ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇതൊക്കെ എന്തായിരിക്കും, ലീനിയർ എലമെന്റ്സ് ആണ്. വൈ ദിസ് ഈസ് കാൾഡ് ലീനിയർ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ എടുത്താലും ഇൻഡക്ടർ എടുത്താലും കപ്പാസിറ്റർ എടുത്താലും വോൾട്ടേജ് വേഴ്സസ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും. ഓക്കെ, സോ വോൾട്ടേജും കറണ്ടും ലീനിയർലി ആണ് വേരി ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ എന്തായിരിക്കും പറയുന്നത്, ലീനിയർ എലമെന്റ്സ്. അപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിനെ ഫസ്റ്റ് എനിക്ക് ക്ലാസിഫൈ ചെയ്യാം ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയിട്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ പോലുള്ള ലീനിയർ എലമെന്റ്സ് ആയിരിക്കും. വൈ ദിസ് ഇസ് കോൾഡ് ആസ് ലീനിയർ എലമെന്റ്സ്? ബിക്കോസ് ദർ ഇസ് എ ലീനിയർ വേരിയേഷൻ ഓഫ്, അല്ലെങ്കിൽ എന്തായിരിക്കും പറയുന്നത്, their voltage and current has a linear variation. The second is non-linear wave shaping circuits. Non-linear wave shaping circuits ആണ് രണ്ടാമത്തേത്. അപ്പം non-linear wave shaping circuits എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും, non-linear elements യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. നോൺ ലീനിയർ എലമെന്റ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇതൊക്കെ എന്തായിരിക്കും, നോൺ ലീനിയർ എലമെന്റ്സ് ആണ്. ബിക്കോസ് നോൺ ലീനിയർ എന്ന് പറയാൻ കാരണം ഇവിടെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് വോൾട്ടേജ് കറന്റ് തമ്മിലൊരു ലീനിയർ വേരിയേഷൻ അല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് നോൺ ലീനിയർ എലമെന്റ്സ്. സോ
രണ്ട് ടൈപ്പ് ഉണ്ട് പറഞ്ഞു, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആൻഡ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഇനി ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യുന്ന RLC, ദാറ്റ് ഈസ് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആണ്. സോ അതിനെ മൂന്നായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് ഈസ് RC സർക്യൂട്ട്. RC സർക്യൂട്ട്സ് മീൻസ് എന്തായിരിക്കും, സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഹാവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റർ, റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് RL സർക്യൂട്ട്. RL സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹാവിംഗ് ദ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ, റെസിസ്റ്ററും ഇൻഡക്ടറും വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന സർക്യൂട്ട് RL സർക്യൂട്ട്. നെക്സ്റ്റ് ഈസ് RLC സർക്യൂട്ട്, അതായത് റെസിസ്റ്ററും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡക്ടറും കപ്പാസിറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന സർക്യൂട്ട്സ്. ഇങ്ങനത്തെ ഉള്ള സർക്യൂട്ട്സ് എല്ലാം എന്തിലാണ് വരുന്നത്, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിലാണ് വരുന്നത്. ഓക്കെ, നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ക്ലിപ്പേഴ്സ് ആൻഡ് ദെൻ ക്ലാമ്പേഴ്സ്. അപ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ക്ലിപ്പേഴ്സും ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്ലാമ്പേഴ്സ്. എന്താണ് ക്ലിപ്പേഴ്സ്? ക്ലിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് നോൺ ലീനിയർ എലമെൻ്റ് ആയിട്ടുള്ള ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹാവിങ് അതിൻ്റെ കൂടെ നമ്മൾ എന്തും യൂസ് ചെയ്യുന്നുണ്ട്, ലീനിയർ എലമെൻസും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡയോഡ് പ്ലസ് റെസിസ്റ്റൻസ് ആയിരിക്കും ക്ലിപ്പേഴ്സിൽ വരുന്നത്. ആൻഡ് ക്ലാമ്പേഴ്സ് ആകുമ്പോഴോ ഡയോഡ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ലീനിയർ എലമെൻറ്റ് ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ അകത്തും എന്തുണ്ടായിരിക്കും, കപ്പാസിറ്റർ പോലുള്ള ലീനിയർ എലമെൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ മെയിൻലി ഡയോഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ക്ലിപ്പേഴ്സ്, ക്ലാമ്പേഴ്സ്. അപ്പം ക്ലിപ്പേഴ്സ് എന്താണ്, ക്ലാമ്പേഴ്സ് എന്താണ്, സോ RC, RL, RLC ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു, ടൈപ്സ് ആണ് പറഞ്ഞത്, ലീനിയറും നോൺ ലീനിയറും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, ദ സർക്യൂട്ട് വിച്ച് മേക്ക് യൂസ് ഓഫ് ഓൺലി ലീനിയർ സർക്യൂട്ട് എലമെന്റ്സ് സച്ച് ആസ് ദ ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സ് ആർ നോൺ ആസ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ലീനിയർ എലമെന്റ്സ് ആയിട്ടുള്ള ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ ഒരു സർക്യൂട്ട് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഒരു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, സച്ച് സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ടു പെർഫോം ദ ഫങ്ഷൻസ് സച്ച് ആസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഓക്കെ, നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദ സർക്യൂട്ട് വിച്ച് make use of non-linear circuit elements such as diodes and transistors are known as non-linear wave shaping circuits. അപ്പോൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ. അപ്പോൾ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് എലമെൻറ്റ്സ് ആയിട്ടുള്ള നോൺ ലീനിയർ എലമെൻറ്റ്സ് ആയിട്ടുള്ള എന്തായിരിക്കും, ഡയോഡ്സും ട്രാൻസിസ്റ്റേഴ്സും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, കൂടാതെ എന്തും യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്, ലീനിയർ സർക്യൂട്ട് എലമെൻസും യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ദ നോൺ ലീനിയർ എലമെൻറ്റ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾസോ ദ ലീനിയർ എലമെൻസും അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഈ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ടു പെർഫോം ഫങ്ഷൻസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് ഫങ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദ ഫസ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ്, ദ സെക്കൻഡ് വൺ ഈസ് ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, ഇതെല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഇനി എന്താ നോക്കാൻ പോകുന്നത്, ഓരോ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ് നോക്കാൻ പോവുകയാണ്, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി of a linear system is that the response to a sinusoidal input is also a sinusoid with the magnitude and phase determined by the system. Okay, അപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഒരു ലീനിയർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ ഒരു സിനുസോയിഡൽ ഇൻപുട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതും ഒരു സിനുസോയിഡ് തന്നെയായിരിക്കും, വിത്ത് എന്തായിരിക്കും, ഒരു മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഫേസും ഉണ്ടായിരിക്കും. അത് ഡിറ്റർമൈൻ ചെയ്തത് നമ്മുടെ സിസ്റ്റം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം എന്താണ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്? ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ ലീനിയർ സിസ്റ്റം ഈസ് ദാറ്റ് ദ റെസ്പോൺസ് ടു എ സിനുസോയിഡൽ ഇൻപുട്ട് ഈസ് ഓൾസോ എ സിനുസോയിഡ് വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിറ്റർമൈൻഡ് ബൈ ദ സിസ്റ്റം. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സിനുസോയിഡൽ സിഗ്നലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ഒരു സിനുസോയിഡ് തന്നെ ആയിരിക്കും വിത്ത് മാഗ്നിറ്റ്യൂഡ് ഫേസ്. അത് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തായിരിക്കും, സിസ്റ്റം ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നോ അതർ പീരിയോഡിക് വേവ് ഫോം പ്രിസർവ്സ് ഇറ്റ്സ് ഷേപ്പ്. ഓക്കെ, and
വേറൊരു പീരിയോഡിക് വേവ് ഫോമും അതിൻ്റെ എന്ത് ചെയ്യുന്നില്ല, ഷേപ്പ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഇൻ ജനറൽ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിഫർ ഫ്രം ഈച്ച് അതർ. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തായിരിക്കും, ഡിഫർ ആയിരിക്കും. ഓക്കെ, ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ സിനുസോയിഡൽ സിഗ്നലാണ് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതും ഒരു സിനുസോയിഡ് വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ്, ആ മാഗ്നിറ്റ്യൂഡും ഫേസും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റം ആയിരിക്കും. ബട്ട് വേറെ ഏതൊരു നോൺ പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റെസ്പോൺസ് അത് അതേപോലെ എന്ത് ചെയ്യുന്നില്ല, പ്രിസർവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വേരി ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായിരിക്കും, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, the process by which the shape of a non-sinusoidal signal is altered by transmission through a linear network is called linear wave shaping. ഓക്കെ, എന്താണ് ലീനിയർ വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ബൈ വിച്ച് ദ ഷേപ്പ് ഓഫ് എ നോൺ സിനുസോയിഡൽ സിഗ്നൽ, അതായത് നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ. സിനുസോയിഡൽ സിഗ്നലിൻ്റെ കേസിൽ റെസ്പോൺസ് സിനുസോയിഡ് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള ഒരു സിഗ്നലിനെ നമ്മളൊരു ലീനിയർ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ടൈമിൽ അതിനെന്തുണ്ടാവുന്നു, വേരിയേഷൻ, അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യണം. അതിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ലീനിയർ വേവ് ഷേപ്പിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള സിഗ്നലിനെ ഓൾട്ടർ ചെയ്യുന്നു വെൻ ബൈ ട്രാൻസ്മിറ്റിംഗ് ത്രൂ എ ലീനിയർ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ വേവ് ഷേപ്പിംഗ്. ഓക്കെ, മെയിൻലി ഉള്ളത് ഏതൊക്കെയാണ്? RC, RL, RLC സർക്യൂട്ട് ഈസ് RC, RL, RLC ആയിരിക്കും വരുന്നത്. നമ്മൾ നോക്കിയതാണ് ടൈപ്സ് നോക്കിയപ്പോൾ. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് RC സർക്യൂട്ട്സ് ആണ്. അതിൻ്റെ അകത്ത് ഹൈ പാസ് RC സർക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നോക്കാൻ പോകുന്നത്. സോ ഹൈ പാസ് RC സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് ഡയഗ്രാം കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഷോൺ ഈസ് എ ഹൈ പാസ് RC സർക്യൂട്ടാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഹൈ പാസ് RC സർക്യൂട്ടാണ് കാണിച്ചേക്കുന്നത്. സോ ഫസ്റ്റ്ലി നോക്കിക്കേ, ഒരു ഇൻപുട്ട് കൊടുക്കുന്നു V and having a capacitor C, resistor and the current flowing through it is I and the output is taken across the resistor, that is V out. So ഇതൊരു ഹൈ പാസ് RC സർക്യൂട്ടാണ്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഹൈ പാസ് RC സർക്യൂട്ടാണെന്ന് പറയുന്നത്? സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി ഹാവിങ് എന്തുകൊണ്ടായിരിക്കും, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സർക്യൂട്ട് ഡയഗ്രാം. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും, ഹാവിങ് എ കപ്പാസിറ്റർ, ദെൻ എന്തായിരിക്കും, റെസിസ്റ്റർ ഉണ്ട് R. Okay, the current flowing it will be I of t and the input I provide is VI of t. Then this is capacitor, this is resistance, and the output V of t is taken across the resistance. And I considering that the voltage across capacitor is taken as VC. അതായത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC ആയിട്ട് എടുക്കുന്നു. ദെൻ എന്തായിരിക്കും, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VR ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യുന്നത്. സോ നമുക്ക് KVL അപ്ലൈ ചെയ്യുമ്പോൾ VI of t എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, VI of t is equal to VC പ്ലസ് എന്തായിരിക്കും വരുന്നത്, VR. ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ പ്ലസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്, VI of t എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു ഈ ഒരു സർക്യൂട്ട് എന്താന്ന് പറഞ്ഞു, ഹൈ പാസ് സർക്യൂട്ടാന്ന് പറഞ്ഞു. സോ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഹൈ പാസ് സർക്യൂട്ടാണ് എന്ന് പറയുന്നത്? സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വി നോ ദാറ്റ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ XC. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, XC. വി നോ ദാറ്റ് XC ഈസ് ഈക്വൽ ടു എന്താണ്, 1/ωc. XC എന്ന് പറയുന്നത് എന്താണ്, 1/ωc. ഒമേഗ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇൻ ഫ്രീക്വൻസി. ഒമേഗ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, 2πf. So here I changing the omega to 2πf. So 1/2πfc. Okay, that is 1/2πfc. Okay, 1/2πfc എന്നാണ് എടുക്കുന്നത്. സോ ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത്, ലെറ്റ് us consider that the input frequency and also we know that the 3 dB lower frequency. Okay, the 3 dB lower frequency of an RC circuit. ഓക്കെ, ഒരു RC സർക്യൂട്ടിൻ്റെ 3 dB ലോ, ദിസ് ഈസ് RC സർക്യൂട്ട്. കാരണം എന്താണ്, ആറും സിയും റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ഈസ് എന്തായിരിക്കും, RC സർക്യൂട്ട്. ഒരു RC സർക്യൂട്ടിൻ്റെ 3 dB ലോവർ ഫ്രീക്വൻസി F1 നമുക്കറിയാം എന്താണ്, 1/2πRC ആണ്. വി നോ ദാറ്റ്. ഓക്കെ, 1/2πRC ആണ്. ഇനി ഞാൻ സർട്ടൻ കേസസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ദ ഇൻപുട്ട് ഫ്രീക്വൻസി F
ഇൻപുട്ട് ഫ്രീക്വൻസി എന്താണ്? എഫ്. ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? വെരി വെരി ലെസ് ദാൻ F1. F1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? the 3 dB lower frequency of an RC circuit. First case, input frequency very very less than the 3 dB lower frequency of an RC circuit. ഓക്കെ, അതിനേക്കാൾ ചെറുതാണ് നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി എന്നാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ നമുക്കറിയാം XC എന്ന് പറയുന്നത് എന്താണ്? 1/2π FC. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ദാറ്റ് ഈസ് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റൻസ്. സോ ഫ്രം ദ ഇക്വേഷൻ വി ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക്, ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്ന ലോവർ 3 dB ഫ്രീക്വൻസിനേക്കാൾ എന്താണ്? വളരെ വളരെ ചെറുതാണ്. ചെറുതാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് വി നോ ഫ്രം ദ ഇക്വേഷൻ നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. സോ ഇൻപുട്ട് ഫ്രീക്വൻസി വളരെ കുറവാണ് നമ്മൾ കൊടുത്തേക്കുന്ന അങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. സോ SC എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്നത് എന്തായിരിക്കും? വെരി ഹൈ ആണ്. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുതൽ ആണെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ട് എങ്ങനെ ചേഞ്ച് ആവും? ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുതലെന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ കപ്പാസിറ്റൻസ് എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. സോ എന്തായിരിക്കും നമ്മുടെ സർക്യൂട്ട് എങ്ങനെ ചേഞ്ച് ആവും? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആവും. ദിസ് ഈസ് ദ റെസിസ്റ്റൻസ്, ദിസ് ഈസ് അവർ VI, VOUT, R ആയിരിക്കും വരിക. സോ ഇതെന്തായി? ഓപ്പൺ സർക്യൂട്ടായി. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി എന്തായിരിക്കും? ലോവർ F1 ആണ്, ലോവർ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ടായി. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലായി എന്തായിരിക്കും? ലോവർ ഫ്രീക്വൻസി ആണ് വരുന്നത്. സോ അതെന്തായിരിക്കും ചെയ്യുന്നത്? സർക്യൂട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? അറ്റുനേറ്റ് ചെയ്യുകയാണ്. അതായത് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ല. അതായത് ലോവർ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുമായിരിക്കും? അറ്റുനേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഹിയർ എന്തായിരിക്കും പറയുന്നത്? സോ ഹിയർ ദ RC സർക്യൂട്ട് attenuates the lower frequency. ലോവർ ഇൻപുട്ട് ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്? അറ്റുനേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് എന്തായിരിക്കും? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നല്ല കൂടുതലായി. സോ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഹിയർ എന്തായി? ഓപ്പൺ സർക്യൂട്ടായി. സോ ഇൻപുട്ട് സിഗ്നൽ ഒന്നും ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ല. സോ എന്തായിരിക്കും? ദാറ്റ് ഈസ് ലോവർ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് കൊടുക്കുന്നത്. സോ അതെന്തായിട്ട് മാറും? അറ്റുനേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് അതൊന്നും ഔട്ട്പുട്ടിലേക്ക് വരുന്നില്ല. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? F എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോവർ 3 dB ഫ്രീക്വൻസിനേക്കാൾ കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോവർ 3 dB ഫ്രീക്വൻസിനേക്കാൾ എന്തായിട്ട് കൊടുക്കുന്നു? കൂടുതലായിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ വി നോ ദ XC, ഇക്വേഷൻ ഓഫ് XC ഈസ് ഈക്വൽ ടു 1/2π FC. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ ഞാൻ എന്തായിരിക്കും ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുക്കുന്നത്? വെരി ഹൈ ആയിട്ടുള്ള ഇൻപുട്ട് ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നത്. സോ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. ദാറ്റ് ഈസ് ഹൈ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ സർക്യൂട്ടിൽ കപ്പാസിറ്റൻസ് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്? ഷോർട്ട് സർക്യൂട്ടായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കും? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദിസ് വിൽ ബി അവർ റെസിസ്റ്റൻസ് ആൻഡ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഐ ടേക്കൺ VOUT ആൻഡ് ഹിയർ VI ആൻഡ് ദിസ് വിൽ ബി I. ഓക്കെ, I of t. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഹൈ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഹൈ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഹൈ ഇൻപുട്ട് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ എന്താണ് VI? അത് തന്നെ എന്തിന് അക്രോസ് ആയിട്ട് വരുന്നുണ്ട്? ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ട് വരുന്നുണ്ട്. സോ VOUT നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇൻപുട്ട്. ദാറ്റ് ഈസ് അവിടെ ഒരു ചെറിയ എന്തെങ്കിലും നോയ്സസ് ഒക്കെ കാരണം ചെറിയൊരു അറ്റുനേഷൻ ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ. ബാക്കി ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന അതേപോലെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. സോ ദർ ഇസ് നോ അറ്റുനേഷൻ ഫോർ. സോ ഹിയർ എന്തായിരിക്കും പറയുന്നത്? The RC circuit have lower attenuation on
ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ആർ സി സർക്യൂട്ട് ലോവർ അറ്റുനേഷനെ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ഫ്രീക്വൻസി കൊടുത്തു. ലോവർ ഫ്രീക്വൻസി കൊടുത്തപ്പോൾ എന്തായിരിക്കും, ലോവർ ഫ്രീക്വൻസി കൊടുത്തപ്പോൾ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്ന ലോവർ ഫ്രീക്വൻസി സിഗ്നലിനെ ഫുൾ എന്ത് ചെയ്തു, അറ്റുനേറ്റ് ചെയ്തു. ദർ ഇസ് നോ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ലോവർ ഫ്രീക്വൻസി ഒന്നും വരുന്നില്ല, ഫുള്ളി എന്ത് ചെയ്തു, അതിനെ അറ്റുനേറ്റ് ചെയ്തു. ദെൻ ഹിയർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുതലാണ്, നമ്മുടെ ലോ 3 dB ഫ്രീക്വൻസിനേക്കാൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഹൈ ആയിട്ട് കൊടുത്തു. ഹൈ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഔട്ട്പുട്ടിൽ ആ ഫ്രീക്വൻസി കിട്ടുന്നുണ്ടായിരിക്കും. സോ ഹൈ ഫ്രീക്വൻസിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ലോ ഫ്രീക്വൻസിനെ എന്താ ചെയ്യുന്നത്, അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് അറ്റുനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദി സർക്യൂട്ട് ഈസ് കോൾഡ്, അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി പാസ് ചെയ്യുന്നുണ്ട്. സോ ദ സർക്യൂട്ട് ഈസ് കോൾഡ് ഹൈ പാസ് ആർ സി സർക്യൂട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇവിടെ ലോ ഫ്രീക്വൻസിനെ അറ്റുനേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസിനെ എന്താ ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസിനെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, ഹൈ പാസ് ആർ സി സർക്യൂട്ട്. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു ഇതൊരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആണ്. സോ എന്തുകൊണ്ടാണ് ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആണ് എന്ന് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, then consider signal be applied at the input. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻപുട്ടിൽ ഞാനൊരു സിഗ്നൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അറ്റ് വെരി ലോ ഫ്രീക്വൻസീസ് ദ റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വെരി വെരി ഹൈ. അപ്പോൾ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്, കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ആൻഡ് ഓൺലി എ വെരി സ്മോൾ പോർഷൻ ഓഫ് ഇൻപുട്ട് അപ്പിയേഴ്സ് അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പം എന്തായിരിക്കും പറയുന്നത്, കപ്പാസിറ്റർ റിയാക്റ്റൻസ് വെരി ഹൈ ആണ്. സോ ഇറ്റ് വിൽ ബി എന്തായിട്ട് മാറും, ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറും. സോ വി ഔട്ടിൽ എന്ന് പറയുന്നത് വളരെ നോയ്സസ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെ വളരെ ഏതെങ്കിലും ചെറിയ ഒരു പോർഷൻ ഓഫ് ഇൻപുട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഔട്ട്പുട്ടിലോട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എന്തായിരിക്കും, അറ്റുനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഹയർ അറ്റുനേഷൻ ആയിരിക്കും ഫോർ ദാറ്റ് ലോവർ ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, ആസ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഈസ് ഇൻക്രീസ്ഡ്. ഇനി എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ അറിയായിരുന്നു, എന്താണ് എക്സ് സി എന്ന് പറയുന്നത്, എക്സ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/2πfc ആണ് നമുക്കറിയാം. സോ ഇവിടെ ഞാൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഹൈ ആയിട്ട് കൊടുക്കുന്ന, അപ്പോൾ എന്തായിരിക്കും, കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സോ അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി ദ കപ്പാസിറ്റർ ആക്ട് ലൈക്ക്, അപ്പം വെരി ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ കപ്പാസിറ്റർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ വെർച്വലി ഓൾ ദ ഇൻപുട്ട് ഈസ് അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻപുട്ടും എവിടെ അവൈലബിൾ ആവും, ദാറ്റ് മീൻസ് അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. ദെൻ അറ്റ് വെരി ഹൈ ഫ്രീക്വൻസിയിലെത്തി, അപ്പോൾ ഹൈ ഫ്രീക്വൻസി അറ്റ് വെരി ഹൈ ഫ്രീക്വൻസിയിലെത്തുമ്പം നമ്മുടെ കപ്പാസിറ്റർ എന്താകും എന്നാണ് പറഞ്ഞത്, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറും. സോ വാട്ട് എവർ വിൽ ബി ദ ഇൻപുട്ട് എന്ത് തന്നെ ആയാലും അത് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. സോ സർക്യൂട്ട് വെർച്വലി ഓൾ ദ ഇൻപുട്ട് ഈസ് അവൈലബിൾ അറ്റ് ദ ഔട്ട്പുട്ട്. എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവും. സിൻസ് ദ സർക്യൂട്ട് ഈസിലി പാസ് ദ ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ്, ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസിലി പാസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹൈ പാസ് ഫിൽറ്റർ. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്.